ഫുൾ ഗ്ലാസും പൊട്ടി. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ മൊത്തം അഴിച്ചെടുത്ത് അപ്പോൾ ഗ്ലാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പേസ്റ്റിങ് റിമൂവ് ചെയ്യണ ബ്ലേഡാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി വലിച്ചു കഴിയുമ്പോൾ പൊട്ടൂല്ലേ. ബീഡിങ് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ നമുക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്, റാഫ് ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് മാറ്റില്ല. കുറേ ദിവസമായില്ലേ ഞാൻ പറയുന്നു ഗ്ലാസ് മാറ്റണം. അപ്പോൾ ഇന്നലെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവർക്ക് എന്തോ ഞാൻ പറഞ്ഞില്ലേ മരണത്തിൻ്റെ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തോ നെക്സ്റ്റ് സ്ഥലത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാരുതിയുടെ ഗ്ലാസ് മാറ്റാൻ പോവുകയാണ്. 2 കൊല്ലത്തോളം വേണ്ടായി, 1.5 കൊല്ലമായി എന്ന് തോന്നുന്നുണ്ട് ഗ്ലാസ് പൊട്ടിയിട്ട്. ഇപ്പോഴാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ ഇത്ര പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും വേണ്ടത് ഇങ്ങനത്തെ ഒറ്റൊരു വര മാത്രം ഉണ്ടായിരുന്നു. ഇത് പൊട്ടി ഇപ്പം എന്താ പറയുക മൊത്തത്തിൽ തവിട് പൊടിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് മാറ്റാണ്ട് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ അടിക്കണനുസരിച്ച് പൊട്ടണ്ട കേട്ടോ. കണ്ട നോക്കിയേ, പൊട്ടൽ കൂടുതൽ വരണണ്ട. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അടിക്കുമ്പോൾ ദേ അമ്മോ മൊത്തം പൊട്ടി ഇടിച്ച ഫുള്ള് പൊട്ടി പോകുന്നുണ്ട് കണ്ട. അപ്പോൾ കാറ്റിൻ്റെ പ്രഷർ വരുന്ന സമയത്ത് തന്നെത്താൻ പൊട്ടിയതായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത് മാറ്റാൻ പോവുകയാണ്. പിന്നെ നമ്മൾ 4 ടയറും അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഗ്ലാസ് മാറ്റി. ഇനി ചെറുതായിട്ട് നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതേപോലെ ഒട്ടിയിട്ടുണ്ടല്ലോ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ മാറ്റ് ബ്ലാക്കോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ എന്തെങ്കിലും നല്ല സ്റ്റൈലായിട്ടുള്ള വല്ല പിക്ചറോ നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഈ സൈഡിലെ പറ്റുകയാണെങ്കിൽ ഒന്ന് വലിച്ച് കളയണം എന്നുണ്ട്. ഞാൻ കുറച്ച് വലിച്ചൊക്കെ നോക്കി, പക്ഷേ അത് പോണില്ല. ഈ സംഭവം ഒന്നും വലിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ ഒന്നുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ അത് പറിച്ച് കളയിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്ത് ചെറുതായിട്ട് ഈ വണ്ടിയുടെ ഞളങ്ങിയിട്ടുണ്ട്. അതൊന്നും ശരിയാക്കണം. അപ്പോൾ എല്ലാം പക്കയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കാര്യം ചെയ്യണത്. ഇന്നലെ ടയർ കയറ്റിയപ്പോൾ ചെറുതായിട്ട് ഒരഞ്ഞിട്ട് ഇവിടെയും പെയിൻറ്റ് പോയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റഫ് യൂസ് ആകുമ്പോഴേ അതും ഇതൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് അല്ലേ. ഇതാണ് കേട്ടോ ഞളങ്ങിയിട്ടുള്ളത് കണ്ടോ. ഞാൻ ബാക്ക് എടുക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുത്തി അവിടെ മാത്രം ഉള്ളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ചേട്ടനുണ്ട്. നമ്മുടെ അവിടെ ഇല്ല, ശരിക്കും അമലയുടെ അവിടെ തൃശ്ശൂർ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല ഇതേപോലെ ഞളങ്ങി ഉള്ളിലേക്ക് പോയിട്ട് പെയിൻറ്റ് പോകാണ്ടിരിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് പോയിട്ടില്ലെങ്കിൽ ആൾ തട്ടി ആ സാധനം കറക്റ്റ് ലെവലാക്കി തരും. പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ തട്ടി നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റ് പോയിട്ട് മക്കിട്ടിട്ട് പിന്നെ രണ്ടാമത് റീപെയിൻറ്റ് അടിക്കേണ്ട വരില്ലേ. ഇത് ആ ഒരു സംഭവമൊന്നുമില്ല. ആളങ്ങനെ എൻ്റെ വണ്ടിക്കൊക്കെ ഇതിന് മുന്നത്തൊക്കെ തട്ടി ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മൾ തട്ടി ശരിയാക്കും. പിന്നെ ഇവിടെ അതുപോലെ തന്നെ കാണാൻ ചെറുതായിട്ടാണ് മനസ്സിലാവുള്ളൂ. ഇതിൽ അതുപോലെ തന്നെ കണ്ടോ ഒരു ചെറിയ ഡെൻ്റ് ഉണ്ട്. അതിങ്ങനെ വരഞ്ഞു പോയിട്ട് ഇതിൻ്റെ ഇവിടെയായിട്ടൊരു ചെറിയ ഇതുണ്ട്. അപ്പോൾ ആ 2 സംഭവങ്ങളും കൂടിയിട്ട് ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ശരിയാക്കണം. അപ്പോൾ അത് ഗ്ലാസ് മാറ്റിയതിന് ശേഷം വേണം. ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ. അപ്പോൾ ആൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ചെയ്യാൻ പറ്റില്ല, കൊണ്ടിട്ടിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ചെന്നിട്ടൊന്ന് കാല് പിടിച്ചിട്ട് കൈയോടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആളെ കൊണ്ട് ആ കാര്യം ചെയ്യണം. അതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താറിൻ്റെ ഇപ്പോൾ റിവേഴ്സ് ക്യാം വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗ്രില്ല് മാറ്റണം. അതെന്തായാലും എനിക്കൊരു ആഗ്രഹമുള്ള സംഭവമാണ്. ഗ്രില്ല് മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ എന്തിട്ട് പറയാം, നമ്മുടെ വേറൊരു സാധനം വരില്ല ഇങ്ങനെ പുക പോണ പോലത്തെ ഒരു സാധനം. എൻ്റെ എന്തോ പേരൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സാധനം വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നുള്ളത് ഉള്ളിലൊരു സബ്. ഈ 3 കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ ഈ വണ്ടിക്ക് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ പ്ലാനുള്ളൂ. പിന്നെ ഇതിലൊരു എന്തോ ഒരു സാധനമില്ലേ ഇവിടെ ഇങ്ങനെ ചവിട്ടി നമ്മൾ കയറുന്ന ഒരു ഇതുപോലത്തെ അതും കൂടി അത്ര മാത്രമാണ് എനിക്ക് മനസ്സിൽ ഇതിൽ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉള്ളൂ. അല്ലാണ്ട് നിറച്ചും അതും ഇതും കണ്ണി കണ്ട ലൈറ്റുകളും അതുപോലെ മൈനസ് ലൈറ്റ് ആ വക സംഭവങ്ങൾ ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. മുത്ത് പറഞ്ഞ് മൈനസ് ലൈറ്റ് വെക്കണം അത് വേണത്. പക്ഷേ എനിക്കെന്തോ അതിനോടൊന്നും ലൈറ്റ് അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 കാര്യം ഗ്രില്ല്, അതുപോലെ തന്നെ ആ പുക പോലത്തെ പോണ പോലത്തെ സാധനം, പിന്നെ ഉള്ളിലൊരു സബ്, പിന്നെ ഉണ്ടെങ്കിൽ ഇത് പറ്റുകയാണെങ്കിൽ ഈ ഒരു സാധനം കൂടി വെക്കണം. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നിറച്ചും സാധനങ്ങൾ കുത്തിക്കയറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ സ്വിഫ്റ്റിന് പറഞ്ഞില്ലേ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ 2 വണ്ടികളും ഫുൾ പെർഫെക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ സർവീസും കഴിച്ചു. അതിനാണെങ്കിൽ ഇനിയിപ്പോൾ സർവീസ് നോക്കേണ്ട. 10,000-ലല്ലേ സർവീസുള്ളൂ. ഇപ്പോൾ ആകെ 1,500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ 8,500 ഉണ്ട്. ഇതിനാണെങ്കിൽ ഇനി 10,000 ഉണ്ട്. അടുത്ത 10,000-ലാണ് നമുക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 5,000-ൽ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കുഴപ്പമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഭംഗിയായിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്യും. പിന്നെ കുറേ നാളെ ഈ വണ്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നമുക്ക് ഭംഗിയായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറേ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതേപോലെ ഉള്ളിലിരിക്കുന്ന ചെടിയൊക്കെ ആണെങ്കിലും നമ്മൾ കറക്റ്റ് പ്രോപ്പർ മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാണ്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലന്ന്
പോയി. അതൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ ആക്റ്റീവ് ഓടിച്ചിട്ട് കുറേ നാളായി. എൻ്റെ കൂട്ടുകാരൻ്റെ ആക്റ്റീവയാണ്, അവനിത് ഇവിടെ കൊണ്ട് വെച്ചേക്കണം. എൻ്റെ കാരണം തന്നെ എന്നോട് ഓടിക്കാൻ പറഞ്ഞിട്ടാണ്. ആ ബാറ്ററി നാശമായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഓടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കണം. ശരിക്കും പറഞ്ഞ് ഞാനും ഇപ്പോൾ ഓടിക്കാണ്ട് ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഇതിൻ്റെ ബാറ്ററി പോയി. എന്നിട്ട് ഇപ്പോൾ പുതിയ ബാറ്ററി വെച്ചുള്ളൂ. കാരണം നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. വീടിൻ്റെ അവിടെ അത്യാവശ്യത്തിന് ഹെൽമെറ്റ്, 2 ഹെൽമെറ്റ് വേണ്ട, പിള്ളേരെ കൊണ്ടുപോകാമെന്നുള്ള ഇതുണ്ടായിരുന്ന സമയത്ത് ഞാനും മുത്തും ഇതേയും കൂടിയിട്ട് രാത്രിയിലൊക്കെ വെറുതെ കറങ്ങാൻ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അപ്പോൾ 3 പേർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇത് എവിടേക്ക് ഞങ്ങൾ എടുത്തിട്ട് പോകണം. ഞാൻ ഒറ്റയ്ക്ക് എവിടേക്കും പോകണ കേസ് വരുന്നില്ല. പിന്നെ വന്നാൽ തന്നെ ഇപ്പോൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം കറങ്ങാൻ പോകും ഒന്നുമില്ല. അപ്പോൾ സ്കൂട്ടറിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് നിലച്ച പോലെയായി. അപ്പോൾ അത് കാരണം തന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ തന്നത് വെറുതെ ആയിപ്പോയി. ഇപ്പോൾ പുത്തൻ ബാറ്ററി വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും 1 കൊല്ലത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. കറക്റ്റ് 2 കൊല്ലമാകുമ്പോഴേക്കും പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി സ്കൂട്ടറും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കഴുകി ഭംഗിയാക്കി എല്ലാം വെക്കണം. പിന്നെ നമ്മളുടെ ലൈനർ കണ്ടില്ലേ, പുത്തൻ ലൈനറുകൾ കഴിഞ്ഞ ദിവസത്തെ അടിച്ചിട്ടുള്ള അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള. പിന്നെ ആരെങ്കിലും കമൻ്റ് അടിക്കേണ്ടായിരുന്നു, മറ്റേ ഇത് കണ്ടില്ല എന്ന്, ബെയറിങ്. ഇതാണ് കേട്ടോ ബെയറിങ് മാറ്റിയത് ഒരു മറ്റേ കുപ്പിയിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. പിന്നെ കൂളൻ്റ് ഉണ്ട്, അത് നമ്മൾ ചോർത്തിയിട്ട് ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതങ്ങനെ നിർത്തിയത്. പിന്നെ ബാറ്ററി ഒരു പ്രാവശ്യം ബാറ്ററി വാട്ടർ നമ്മൾ ഒഴിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചത്. നോക്കിയപ്പോൾ ബാറ്ററി അങ്ങനെ തന്നെ പോയിട്ട് പിന്നെ വാട്ടർ ഒഴിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ഓയിലിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മാറ്റിയ എയറിൻ്റെ ഇതിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് പണി ചെയ്യുമ്പോഴേക്കും മറ്റവർ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഗ്ലാസിൻ്റെ ആൾക്കാർ വീട്ടിലേക്ക് വരാമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അവർ ഗ്ലാസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി ഒരു 2-3 മണിക്കൂർ ഓടിക്കാണ്ടിരുന്നാൽ മതി. പശ വെച്ചിട്ട് ഒട്ടിക്കുകയാണല്ലോ ചെയ്യണം. ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് ഒരു പൊളിച്ചെടുക്കുക ചെയ്യുക. ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് പൊളിച്ചെടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മൊത്തം ഈ ഗ്ലാസ് മാറ്റുക. അപ്പോൾ ഇത് ഇവിടെയൊക്കെ വെച്ച് ചിലപ്പോൾ ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുമായിരിക്കും. ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒരു 3 മണിക്കൂർ ഓടാൻ പാടില്ല. അപ്പോൾ സെറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട്, ഓടിയാൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ കറക്റ്റ് സെറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അവർ വന്നിട്ട് ഇതൊന്ന് ചെയ്യണം. പിന്നെ അത് തന്നെയല്ല കേട്ടോ, ഈ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടേ മാറേണ്ട സമയം അതിക്രമിച്ചായിരുന്നു. ഇത് പൊട്ടിയില്ലെങ്കിലും നമുക്ക് മാറണമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് പൊട്ടിയില്ലെങ്കിലും മാറണമെന്ന് പറയാൻ കാരണം നമ്മൾ ഈ കണ്ടമാനം ഈ വണ്ടി ഹൈവേ കട മാത്രം ഓടിയിട്ടുള്ള വണ്ടി, എനിക്ക് തോന്നുന്നു ഒരു 10-30,000 കിലോമീറ്റർ നിൽക്കാണ്ട് ഹൈവേ കട മാത്രം ഓടിയിട്ടുള്ളൊരു വണ്ടി അത്. അപ്പോൾ ഈ നാഷണൽ പെർമിറ്റ് ലോറികളുടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ പൊടിയും കുഞ്ഞു കല്ല് പീസുകളൊക്കെ അടിച്ചിട്ട് ഈ വണ്ടിയുടെ ചില്ലുമ്മ മൊത്തം ഉണ്ടല്ലോ അങ്ങനെ ചെറു കുത്തുകളാണ്, കല്ലിൻ്റെ കുത്തുകളാണ് നിറച്ചും. നമ്മൾ എത്ര പോളിഷ് ചെയ്തിട്ട് എന്ത് ചെയ്താലും ഡെപ്തിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പോളിഷ് ചെയ്ത് കിട്ടില്ല. അത് തന്നെയല്ല രാത്രിയൊക്കെ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇത് മാറ്റണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ കയ്യോടെ മാറ്റാറായി. അപ്പോൾ എന്തായാലും അത് മാറ്റുന്നതൊരു ഗുണമുള്ളൂ. നല്ല നമുക്ക് വിസിബിലിറ്റി നല്ല കൂടുതലായിട്ട് കിട്ടും. നല്ല ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വരുമ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് മുന്നേ ചെയ്ത് തീർക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ ഗ്ലാസും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 2 ഗ്ലാസ് ഉണ്ടല്ലോടാ, ഇത് വേറെ സ്ഥലത്തേക്ക് ഇത് കഴിഞ്ഞാൽ പോകണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റും പിന്നെ വേറെ എന്തിട്ട് വേണ്ടിയിട്ട് അത് ഗ്ലാസ് ഇരിക്കണേ, ടാറ്റ പഞ്ച്, അത് ഇതിലും വലുതല്ലേ. അപ്പോൾ നമ്മുടെ വൈപ്പർ ഊരി എടുക്കണം കേട്ടോ ഗ്ലാസ് മരുന്നെങ്കിൽ. അതായത് ഈ ഒരു സാധനം ഇത് ചെയ്യണമെന്നുണ്ടല്ലേ, ഫ്രണ്ടിലത്തെ മകുടം. ഈ എന്നിട്ട് ഇത് ഇവിടുത്തെ ബീഡിങ് സാധനങ്ങളൊക്കെ ഊരി എടുത്താലാണ് കറക്റ്റ് ആവുള്ളൂ. ഇതേപോലെ വൈപ്പറൊന്നും ഊരിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ഇതുകൾ, അതായത് ഈ ബ്ലാക്ക് ഷീൽഡ് മൊത്തം ഊരിൻ്റെ വരും അല്ലേ. അപ്പോൾ ഈ വാട്ടർ കണക്ഷൻ്റെ ഇത് പിടിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഗ്ലാസ്സിലേക്ക് ചീറ്റുന്ന സാധനമല്ലോ അത് ഊരി വെച്ചിട്ട് ഇതിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ, ഇവിടെ കുറേ ക്ലിപ്പുകളുണ്ട് കേട്ടോ. ഇതിലൊരു ക്ലിപ്പ് ഇങ്ങനെ നിറച്ചും ക്ലിപ്പുകളുണ്ട് കണ്ടു. ഈ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഫുള്ള് ഊരി എടുക്കണം. എന്നിട്ട് വേണം ഈ സാധനം ഊരാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ് മാറ്റണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഇത് അയച്ചെടുക്കണം, വൈപ്പർ അയച്ചെടുക്കണം. ഇവർ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഗ്ലാസ് വന്ന് മാറ്റിയില്ലേ, അത് ഇവർ 2 പേരും തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ് എങ്ങാനും കേടായിട്ടുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ വീട്ടിൽ വന്ന് നമുക്ക് അത് റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഓട്ടോറിക്ഷയുണ്ട്, ഓട്ടോറിക്ഷയിൽ ഇവർ ഈ ഗ്ലാസ് കയറ്റി എവിടെയായാലും, ഇപ്പോൾ കേരളത്തിൻ്റെ എവിടെയും പോവോ, അതേ തൃശ്ശൂർ മേഖലയിൽ മാത്രമാണ്, എല്ലായിടത്തും പോവും. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും സംഭവം ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് സംഭവം ക്ലിയറാക്കി കൊടുക്കുന്നതായിരിക്കും. ഇത് കണ്ടില്ല, ഈ ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ ഇതൊന്നും അയച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കണുണ്ടോ. പൊട്ടിയോ? ക്ലിപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കടകടക്കടാന്ന് അടിക്കാൻ നിൽക്കുവേ. അതേപോലെ ഇത് തെറ്റിയിട്ട് കൊണ്ടുപോകാൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ വന്നിട്ട് നിങ്ങൾ കൊണ്ടുപോകരുത്. ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ്, ഫുൾ ഗ്യാപ്പായി. ഇത് വൈപ്പറിൻ്റെ മോട്ടറിൻ്റെ
ഇത് വന്നിട്ടുള്ളത് ആമ് വന്നിട്ടുള്ളത് ഇതാണ് വൈപ്പറിൻ്റെ മോട്ടർ. അപ്പോൾ ഈ സാധനം അയച്ചാലാണ് വൈപ്പറിൻ്റെ മോട്ടർ മാറ്റാൻ പറ്റുള്ളൂ അല്ലേ ശരിക്കും? അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കട ഈ ബീഡിങ് ഇനി ഊരിയെടുക്കണം. ബീഡിങ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്, ഇത് തന്നെ ഇട്ട് വേണം. ബീഡിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തിക്കി എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നോക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായി. ഇത് ശരിക്കും കൈ കൊണ്ട് ഒരു ഇടിച്ചാൽ മൊത്തം ചിന്നി പൊട്ടിപ്പോവോ? ഇല്ല അല്ലേ? അല്ല പൊട്ടിപ്പോവാന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ തന്നെ ആകെ പൊട്ടുമെന്ന് പൊട്ടൽ വീഴുമോ? പൊട്ടു അല്ലേ? ബീഡിങ് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പോൾ ബീഡിങ്ങിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ബീഡിങ് ഒട്ടിക്കുക എന്നിട്ട് ഇതുമേ അത് വെറുതെ കയറ്റിയിട്ടാണോ ചെയ്യുക? കയറ്റിയിടുള്ളൂ അല്ലേ? ഇനി തിക്കി എടുക്കണം അല്ലേ? ഇത് പശ വെച്ചിട്ടാണ് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സാധനം നമുക്ക് തിക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ആഗ്രഹം നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലാസ്സൊക്കെ വല്ലപ്പോഴല്ലേ ഇടിച്ച് പൊട്ടിയാൽ കൈ പൊളിയോ? അയ്യോ എന്നാ വേണ്ട, ലിവർ എടുത്ത് അടിച്ച് ആകെ പൊടിഞ്ഞു പോകും. നിങ്ങൾ കൊണ്ടുപോയില്ലല്ലോ? അയ്യോ പിന്നെ ഞാനിത് ചുമന്നോട്ട് പോകണമെങ്കിൽ മേത്തപ്പടി പൊടി കയറും. വേണ്ട എന്നാ പൊട്ടിക്കൽ നമ്മൾ ഉപേക്ഷിച്ചു. പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പണിയാണ്. പിന്നെ അത് കൊണ്ട് കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റിങ് റിമൂവ് ചെയ്യണ ബ്ലേഡാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി വലിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സാധനങ്ങൾ പോവും. അപ്പോൾ അതാണ് അമ്മ ഫുൾ പശയും പിടിച്ചു. പണിയുണ്ട് കേട്ടോ. ഇത് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പോൾ അത്ര സ്ട്രോങ്ങാണ്. കമ്പനി പശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പശനേക്കാളും നല്ലതാണെന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ലാന്ന് എങ്ങനെ നമ്മുടെ പൊട്ടയെന്ന് പറയാല്ലേ. സംഭവം ഉള്ളിൽ നിന്ന് ആ ചേട്ടൻ ബ്ലേഡ് വെച്ചിട്ട് അവിടെ ഉള്ളിൽ നിന്നുള്ളത് ആ സൈഡ് വിട്ടു കേട്ടോ. ആ സൈഡ് വിട്ടു. ഈ സൈഡിലേക്ക് വിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഉള്ളിൽ നിന്നും പുറത്തുനിന്നും പിടിക്കണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒട്ടിപ്പോൾ കണ്ട. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ബ്ലേഡ് ഇട്ടിട്ട് തിക്കി ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ഈ പശ മൊത്തം വന്നിട്ടുള്ളത്. അത് മൊത്തം അവിടെ നിന്ന് വെടിയിച്ച് അത് കണ്ടല്ലേ പോന്നു, മൊത്തം വിട്ടു. ചാവി ഒരു എടുത്തുകൂടെ? ആ കേക്ക് അടി നിൽക്കും. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ചേട്ടൻ ബ്ലേഡ് ഇട്ടുമ്പോൾ ഇങ്ങോട്ട് വരണണ്ട, അതായത് വിട്ടു മൊത്തം. ലീക്ക് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും വരില്ലല്ലോ പശ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മുടെ എന്ത് പശ നമ്മൾ ഒട്ടിക്കുക ശരിക്കും? ഗ്ലാസ് കാർഡ്. അതെ സെയിം തന്നെ. അതായത് ഏറ്റവും വില കൂടിയത്. ഏറ്റവും നല്ല ബ്രാൻഡ്. സാധാരണ ഗതിക്ക് 90 രൂപ മുതൽ ആണോ? സാധാരണ ഗതിക്ക് മറ്റേ 90 രൂപ 100 കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സാധനം കിട്ടുമേ. ആ സാധനമൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം വില കുറവിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഇത്തിരി കഴിയുമ്പോൾ വെള്ളം ലീക്ക് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി പൈസ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗമ്മ വെച്ചിട്ട് വേണം ഒട്ടിക്കുക. അതേപോലെ ഗ്ലാസ് ആണെങ്കിലും നമ്മൾ കമ്പനിയിലേക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഗ്ലാസ്സാണ് ഇപ്പം ഇടണത്. ഇത് തന്നെയല്ലേ കമ്പനി വരുന്നത്? ഇത് തന്നെയല്ലേ ഈ ഗ്ലാസ്? ആ ബ്രാൻഡ് അല്ലേ? ഇതിപ്പോ ഈ സുസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ആണോ ഈ കമ്പനിയിൽ മാറ്റുമ്പോൾ കിട്ടുക? ഈ കമ്പനിയിൽ വരുന്നത് അത് നമുക്ക് കിട്ടില്ല. ഇതിപ്പോ മാനുഫാക്ചറിങ് ഇതിനകത്ത് കിടക്കുന്നത് 2018 ആയിരിക്കും. BI ആണ്. സി. അപ്പൊ പുതിയ മോഡൽ ഗ്ലാസ്. അപ്പൊ ഗ്ലാസ് 24 മെയ്ഡ് അല്ലേ? ഇതാണെങ്കിൽ 2018 മെയ്ഡ്. അപ്പോൾ ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ല വണ്ടി ഇടിച്ചിട്ട് ഗ്ലാസ് മാറ്റിയിരുന്നു. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ടിയുടെ ഇടിച്ച് തവിട് പൊടിയായിട്ടൊന്നും നല്ല ഗ്ലാസ് മാറിയിട്ടുള്ള ഗ്ലാസ്സിന്മേൽ ചെറിയ ചിന്നലുണ്ടായിരുന്നു. അത് കാരണം പിന്നെ അത് തന്നെയല്ല ഫുള്ള് ഫോഗ് പോലെയായിരുന്നു നമ്മുടെ ഗ്ലാസ്സിന്മേൽ അങ്ങനെ മൂടി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് മാറ്റുന്നത്. അല്ലാണ്ട് വണ്ടി ഇടിച്ച് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അത് കണ്ടോ ചുറ്റുവറ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ആരെങ്കിലും ആൾക്കാരൊക്കെ പറയേ വണ്ടി ഇടിച്ചതിന് ശേഷവും ഗ്ലാസ് മാറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഗ്ലാസ് മാറ്റുക, അല്ലെങ്കിൽ ആരെങ്കിലും ഗ്ലാസ് മാറ്റുമെന്നൊക്കെ പറയേ. അപ്പോൾ ഇത് അതുകൊണ്ടല്ല, ഇത് നമ്മൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 5 കൊല്ലമായതുകൊണ്ട് നിറച്ചും കുത്തുകുത്തുള്ളതും പിന്നെ ഈ പൊട്ടുള്ളതും കൊണ്ടാണ് മാറ്റുന്നത് കേട്ടോ. അടി മാത്രമേ പിടിക്കാറുള്ളൂ, വേണ്ട. ഈ സൈഡ് വിട്ടിട്ടില്ല, അതാ പൊട്ടണ. പൊട്ടിപ്പോയി ഫുൾ ഗ്ലാസും പൊട്ടി. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ മൊത്തം അയച്ചെടുത്ത് നമ്മൾ ഇതവിടെ വെച്ചു. ഇനി കൊണ്ടുവന്ന്
നമ്മളുടെ വണ്ടികളൊക്കെ മാറ്റിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമുണ്ട് അവിടെ. ഗ്ലാസിൻ്റെ ഒരു ഷേപ്പ് നോക്കി, നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഇത് പോലത്തെ ഗ്ലാസ്സാട്ടോ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ. മാറ്റിയപ്പോഴാണ് മനസ്സിലാവണത് കറക്റ്റ്. ഇനി ഫുള്ള് ക്ലീൻ ചെയ്തെടുത്ത് ഭംഗിയാക്കി. ഇവിടുത്തെ സീറ്റിങ്ങൊക്കെ സീറ്റിങ് ബ്ലേഡ് വയ്ക്കുമ്പോൾ ചെറുതായിട്ട് പോയിട്ടുണ്ട് പശയുടെ ഉള്ളിൽ. ഇവരെ പശ കണ്ടു, ഇതാണ് ഇവരുടെ പശ എന്ന് പറയുന്നത് കേട്ടോ. ഈ കാണുന്നത് ഇത് പശയാണ്, റബ്ബറല്ല. ഇത് മൊത്തം കണ്ടു. ഇതിലെങ്ങനെ പോയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ നമ്മൾ ചെത്തി കളഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ പശ കളഞ്ഞ്. ഇനി ഇവരുടെ ഗം വെച്ച് കഴിഞ്ഞിട്ടാണ് അത് മുട്ടിക്കുക. അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ തുണ്ട് ലീക്ക് വരില്ല. ഇപ്പോൾ ഗ്ലാസ് ഇല്ലാത്ത സ്വിഫ്റ്റ് ഇങ്ങനെയാട്ടോ ഇരിക്കുക. നോക്കിയേ, അല്ല ഗ്ലാസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല അല്ലേ. ഇതിൽ നോക്കിയാൽ ഇവർ ഒട്ടിച്ചിട്ടുള്ള റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ മൊത്തം റിമൂവ് ചെയ്യട്ടോ. അതിൻ്റെ മുകളിലല്ല ഒട്ടിക്കത്, മൊത്തം എടുത്ത് കളഞ്ഞിട്ട് ഈ തകിടുമേലേക്ക് ആക്കൂലേ ചേട്ടാ? തകിടയിലാക്കി കഴിഞ്ഞാലാണ് ശരിക്കും പിടിക്കുള്ളൂ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുള്ള് എല്ലായിടത്തുനിന്നും പക്ഷേ അതെന്തൊരു ചേട്ടാ ഒരു അത് നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ല, അതെ അല്ലേ. അപ്പോൾ സ്റ്റോപ്പർ ഇതിവിടെ ഒരു ലോക്ക് പോലെയാണ്. സാധാരണ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടേക്കും പോകുന്നില്ല. അപ്പോൾ കമ്പനി ഒരു സ്ട്രോങ്ങിന് വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട് സംഭവം. അത് നല്ലതാണ്. പിന്നെ ഇത് കണ്ടോ പറിച്ചെടുത്തേക്കണുണ്ടോ, ഇതേപോലെ മൊത്തം ഒരു ബ്ലേഡ് വെച്ചിട്ട് മൊത്തം ചിരണ്ടി നമ്മളുടെ തകിടിൻ്റെ അതേ കനത്തിലാക്കും. എന്ത് കനത്തിലാണ് നോക്കി പോയിട്ടുള്ളത്. ഒരിക്കലും ലീക്ക് വരാണ്ടിരിക്കാനുള്ള ഭാഗത്തിനാണ് കേട്ടോ ഇവർ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ബീഡിങ് സാധനങ്ങളൊക്കെ ക്ലിയറായിട്ട് ചെത്തിയെടുക്കട്ടെ എന്തായാലും. അവിടെ നിന്ന് വലിച്ചെടുത്തു കണ്ടില്ലേ. വേറെ ബ്ലേഡ് കൊണ്ട് പഠിച്ച് കഴിഞ്ഞാൽ ഒക്കെ അങ്ങോട്ട് പൊക്കോളും. അടിപൊളി. ഇതെന്തൊരു പരിപാടി, ടിന്നറൊക്കെ ഇട്ട് അത് തുടയ്ക്കാനായിരിക്കും അല്ലേ? ബീഡിങ്ങും കാര്യങ്ങളൊക്കെ തുടച്ച് ഭംഗിയാക്കി പുത്തം പോലെ തന്നെ ആക്കും. അല്ലെങ്കിൽ ഇടുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് കയറിയില്ലെങ്കിൽ ഗാഡിയിൽ കയറിയില്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അടിപൊളിയായിട്ട് തുടച്ച് ടിന്നർ കൊണ്ട് ഇടുന്നത് പുത്തം പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ചില്ല് ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പൊട്ടു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? ഇങ്ങനെ ഉള്ളിൽ തന്നെയാണോ കയറ്റി കൊണ്ടുപോകാൻ മൊത്തം? അതെ അല്ലേ. വലുതാണ്. അന്ന് നമ്മുടെ മുകളിൽ കയറ്റി കൊണ്ടുവന്നത് അല്ലേ? അങ്ങനെ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകും എത്ര വിലയ്ക്കാണെങ്കിലും. ഓക്കെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ കണ്ട റബ്ബറിൻ്റെ പശുക്കളൊക്കെ മൊത്തം കുത്തിക്കളഞ്ഞു. അതിന് ശേഷം ഇപ്പം ഇവനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ടിന്നർ ഇട്ടിട്ട് ഫുള്ള് തുടയ്ക്കുകയാണ്. കാരണം ചെളി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ കമ്പനി വരുമ്പോഴുള്ള സംഭവമാണ് ഇത്. ഇതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗ്യാപ്പ് പോലെ. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ കറക്റ്റ് ക്ലിയർ ചെയ്ത് അങ്ങനെ തന്നെ ഒട്ടിക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു വലിയ ഹോളുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തും വലിയൊരു ഹോളുണ്ട്. ഇത് ഏത് ഭാഗത്തുനിന്ന് വന്നപ്പോഴാ? ഇത് എവിടെയോ ഉണ്ടായിരുന്ന സാധനമാണല്ലോ. നോക്കട്ടെ, എവിടെയോ ഒരു ബീഡിങ്ങിൻ്റെ കുറവുണ്ടല്ലോ, നോക്കി നോക്കട്ടെ. എന്തായാലും അഴിച്ച് നിലയ്ക്ക് നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട്. ഇനി അല്ലാണ്ട് രണ്ടാമത് ഈ സാധനം അഴിക്കില്ല. കാരണം ഇത് വല്ല ഗ്ലാസ് പൊട്ടിയാൽ മാത്രം അല്ലെങ്കിൽ വൈപ്പർ കേടായാൽ മാത്രം അഴിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് പൊടി തട്ടിയെടുക്കാം. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒട്ടിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടിപ്പ് നടക്കില്ല. അപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയറാക്കി പൊടിയൊക്കെ തട്ടി മാത്രം ഒന്ന് എടുക്കുക. അതുപോലെ ഇതിലൊക്കെ ഗ്രീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഗ്രീസ് നിങ്ങളുടെ അടുത്തില്ലല്ലോ? ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. ഉണ്ടെങ്കിൽ വൈപ്പറിൻ്റെ ജാമിൻ്റെ ഇത് പോയിട്ടുണ്ടല്ലോ, എന്താ പറയുക, തണ്ട് പോയിട്ടുള്ള സ്ഥലത്തൊക്കെ വെല്ലപ്പളൊക്കെയാണ് നമുക്ക് ഇതിടാൻ പറ്റുള്ളേ. ഇവിടെ പശ ഇട്ട് പോകാൻ കേട്ടോ. അതേപോലെ തന്നെ ആ ചേട്ടൻ പശ ഇട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഞാൻ ക്ലിയർ ആക്കിയതാണ് ഓൾറെഡി. അപ്പോൾ അങ്ങനെ ഭംഗിയായി അതിൻ്റെ ഉള്ളിൽ കണ്ടോ. നല്ല കനത്തിൽ തിക്നെസ്സിൽ ഇതേപോലെ പശ ഇങ്ങനെ തേക്കും. ഇത് കണ്ടോ, ആൾ തേച്ച് പോകണം കണ്ടോ. ഇത് പ്രത്യേക സൈസിലാട്ടോ കട്ടിങ് പോണത്. ഇങ്ങനെ സാധാരണ വെറുതെ ചെത്തല്ല, അതിൻ്റെ തുമ്പ് ചെത്തിയാകണുണ്ടോ, വി കട്ടിങ് പോലെയാണ്. ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒറ്റൊരിതും കൊണ്ട് തീരുമോ? ഇല്ല, രണ്ട് ഇത് വേണം. 1.5 പശ ഇട്ട് കൊടുക്കും. 1.5 പശ ഇട്ട് കൊടുക്കും. 1.5 പശ വേണം അല്ലേ? 1.5 പശ ഇട്ട് കൊടുക്കും. 1.5 പശ ഇട്ട് കൊടുക്കുമെന്നല്ലേ? ഓക്കെ. തേക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അവനങ്ങനെ ഇട്ട് പോയി. ചേട്ടൻ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആക്കുകയാണ്. ഇനി വെച്ച് കഴിയുമ്പോൾ ജാമാവില്ല ചെയ്യത്, അല്ലാണ്ട് നമ്മൾ അടിച്ച് പരത്തില്ലല്ലോ പശേനെ. വയ്ക്കുമ്പോൾ ജാമായിട്ട് അങ്ങനെ പോകും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൂർമ്മിപ്പിച്ചിട്ടാണല്ലോ ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ഇത് പതിഞ്ഞ് കറക്റ്റ് അങ്ങോട്ടേക്ക് അങ്ങോട്ട് പൊക്കോളൂ. അപ്പോൾ ക്ലീൻ ആയിട്ടിരിക്കും. ഈ കനത്തിൽ തേച്ചിട്ടുള്ള കാരണം പതിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്നെസ്സിൽ വരും കേട്ടോ.
വേണ്ട നമ്മളങ്ങനെ പുത്തൻ ഗ്ലാസ് പൂശാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. കുറേ നാളായി എല്ലാവരും പറയുന്നു പൊട്ടി ഗ്ലാസ് വെച്ച് ഓടിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ എന്തായാലും ഒരു കൊല്ലം പറഞ്ഞത് ഞാൻ കേട്ടു. ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും മാറ്റണത്. ഓക്കെ, പുത്തൻ ഗ്ലാസ്സായി. പിന്നെ ഇപ്പോൾ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അടിപൊളിയായി. ഇനി ഇത് വെച്ചിട്ട് പ്രസ് ചെയ്യട്ടെ കേട്ടോ. ഇനിയിപ്പോൾ മഴ വരുമ്പോഴേക്ക് തൊട്ടിച്ച് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി തരണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം പിടിക്കാനൊന്നുമില്ല. ഇനി ഈ ഗ്ലാസ് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഇതിനമ്മ ഒട്ടിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് പൊളിച്ച് കളയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പശ ഉണ്ടാവും. അത് ഡീസലിട്ട് നമ്മൾ കഴുകി കളയണം. കറക്റ്റ് വെച്ചു, അതിനകത്തേക്ക് വെച്ചത് ഇതുണ്ട്, അറിയുപോലുമില്ല. പക്ക ഫിനിഷിങ്ങിൽ പഴയത് എങ്ങനെയാണ് നിന്നെ അതേപോലെയാക്കി. ഇതിൻ്റെ ഇത് മാറിയിട്ടുണ്ടാവും. മാരുതി എന്നുള്ള സാധനം മാറി ഇപ്പോൾ വേറെ കമ്പനിയുടെ സൈക്കോ ബൈൻ എന്നാക്കി അല്ലേ? ആണോ? ഇതിൻ്റെയൊക്കെ അതാണോ ബ്രാൻഡ്? ഓ, താറിൻ്റെ കമ്പനി തന്നെയാട്ടോ ഗ്ലാസിൻ്റെ ബ്രാൻഡ്. ഇതിനെ എങ്ങനെ പറയണം? എവിടെയാണോ? ഇവിടെ എവിടെയെങ്കിലും എഴുതിയുണ്ടോ? ഇല്ലല്ലോടാ, എവിടെയും കാണാനില്ല. ആ, അതെ, ഇവിടെ ഉണ്ടെന്നുണ്ടല്ലേ. മഹീന്ദ്ര എസിൻ്റെ ഗ്ലാസ് അല്ലേ? ആ, ഓ, അപ്പോൾ പുതിയതാക്കിയപ്പോൾ മഹീന്ദ്രയുടെ തന്നെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ പഴയ താറിൻ്റെ ഒക്കെ ഗ്ലാസ് ഈ ബ്രാൻഡായിരുന്നു കേട്ടോ പറയണത്. എന്തായാലും സംഭവം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഫുള്ള് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇത് തുറന്ന് വെച്ചിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തു. അതിന് ശേഷം എന്താ ഇപ്പോൾ നമ്മുടെ നേരത്തെ ഫസ്റ്റ് അയച്ചു കിട്ടിയ സാധനം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഫിറ്റ് ചെയ്തു. പിന്നെ വാട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി വൈപ്പറിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ക്ലിപ്പുകളൊക്കെ ടൈറ്റ് ചെയ്യുകയും വേണം കേട്ടോ. കുറേ ക്ലിപ്പുകളുണ്ട്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരുന്നു അടിക്കും. ഇത് കണ്ടോ, എല്ലാ ഹോളും കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് അടിക്കാൻ. ഇവിടെ ഒന്നും നോക്കാനില്ല, എല്ലാം കറക്റ്റായിട്ടാണ് ഇറങ്ങിയേക്കണുണ്ട്. അവിടെ ഇവിടെ ഒന്നും ഒരു വ്യത്യാസം അല്ലെങ്കിൽ യാതൊന്നുമില്ല, പെർഫെക്റ്റ്. അതേപോലെ നിങ്ങളുടെ ഈ വർക്കിൽ ചോര് അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടിയും കാര്യങ്ങളും ഇല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ വന്നിട്ട് അപ്പോൾ ഈ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് പൊട്ടുമൊക്കെ ചെയ്താൽ അല്ല, അങ്ങനെ വന്നാൽ അതൊക്കെ നിങ്ങൾ തന്നെ ഇത് ചെയ്യും അല്ലേ? അപ്പോൾ എല്ലാവിധ ഗ്യാരണ്ടിയോടും കൂടിയിട്ടാണ് കേട്ടോ ഇവർ ചെയ്തു കൊടുക്കുന്നത്. ഇവരുടെ കട മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിൽ കടയുടെ പേരെന്താണ്? കുട്ടനല്ലൂർ ഗാലക്സി. കുട്ടനല്ലൂർ ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ കടയുടെ പേര്. കുട്ടനല്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണുത്തി, അതേപോലെ തന്നെ എറണാകുളം ഹൈവേയിൽ ബൈപ്പാസിലാണ് കേട്ടോ ഈ കുട്ടനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പോൾ ആർക്കെങ്കിലും ഗ്ലാസ്സൊക്കെ വേണമെങ്കിൽ അവിടെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ള കട കാണാം. അവിടെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസും സാധനങ്ങളും നിങ്ങൾക്ക് ഈ ഷോറൂമിലൊക്കെ പോയി മാറ്റുന്നതിൻ്റെ പകുതി പൈസ ഇട്ടാവുള്ളൂ. ഷോറൂമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതൊക്കെ ആയിട്ട് ഒരു കുന്ന് പൈസ മേടിക്കുക അവർ, ലേബർ ചാർജിലും അങ്ങനെ എല്ലാ പേരും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പകുതി പൈസ വരുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും കാറിൻ്റെയോ അതേപോലെ തന്നെ വലിയ ലോറികളുടെയോ എന്തെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇതിൽ നമ്പർ ഉണ്ടല്ലേ? നിങ്ങളുടെ കടയുടെ കാണാതെ അറിയോ? ഒന്ന് പറഞ്ഞെന്നാ. അപ്പോൾ 2510246495. അതെ, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. വിലയൊക്കെ അറിയാം. എന്നിട്ട് നിങ്ങൾ അകലം വഴിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, വിലയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മറ്റുള്ളവരെക്കാളും കുറവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഒരു മാക്സിമം വില കുറവാണ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ വിളിച്ച് ചോദിച്ച് കുറവാണെങ്കിൽ നിങ്ങൾ വന്ന് ധൈര്യമായിട്ട് മേടിച്ചോ. കുട്ടനല്ലൂർ, തൃശ്ശൂർ കുട്ടനല്ലൂർ കേട്ടോ. ഇപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ 2 ഗ്ലാസ്സായി മാറ്റിക്കുന്നു. ഇതിന് മുന്നിലുള്ളത് നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എവിടേക്കാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് ലേശകടിയും പൈസ കുറവും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റായിട്ട് ഇവരുടെ വർക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഏറെക്കുറെ ഫിനിഷ് ആയിട്ട് ഇനി വൈപ്പർ കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയില്ലേ. അപ്പോൾ ഗ്ലാസിൻ്റെ ഫുൾ വർക്ക് ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞാൽ അവർ പോവാം. അപ്പോൾ ഓക്കെ, കാണാം. ഇനിയിപ്പോൾ അടുത്ത വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചിട്ട് കാണാം കേട്ടോ. ശരി എന്നാൽ. അപ്പോൾ അവർ ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് മാറ്റി തരാനായിട്ട് 4800 രൂപയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ വന്ന് മാറ്റി തരാനായിട്ട്. സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡലിൻ്റെ ഗ്ലാസിൻ്റെ റേറ്റ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അകലം വഴിയൊക്കെ ആണെങ്കിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800 അപ്പോൾ 4800 നമ്മുടെ വീട്ടിൽ വന്ന് പുത്തൻ ഗ്ലാസ് ഇട്ട് തന്നു പോകും. ഇനിയിപ്പോൾ അവർ പറഞ്ഞേക്കണം ഇന്നത്തെ കാര്യം ഇന്ന് വണ്ടി ഓടിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പശൊട്ടാനുള്ള ഒരു സമയമോ കാര്യത്തിനൊക്കെ ആയിട്ട് വണ്ടി കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നാൽ പിന്നെ ഇവിടെ കിടന്നോട്ടെ, ഇനിയിപ്പോൾ ഇന്ന് എടുക്കേണ്ടെന്നുള്ളൊരു കേസ് മാത്രമല്ല, ചെറുതായിട്ട് ഗ്ലാസ്സും തുറന്നിടാൻ പറഞ്ഞു, എയർ സർക്കുലേഷൻ കിട്ടാനും ഉള്ളിക്കടെ. അപ്പോൾ അതും തുറന്നിട്ടു. അപ്പോൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ബാക്കിയുള്ള പണിക്ക് ആ വണ്ടി കൊണ്ടുപോകാമെന്ന് വെച്ചാൽ എൻ്റെ ഗിയറിൻ്റെ നോബ് മാറ്റണം, അതുപോലെ തന്നെ ഞളക്കം തീർക്കാം. അത് പക്ഷേ ഇന്ന് കൊണ്ടുപോകണില്ല. അപ്പോൾ അതിന് പകരം ഇന്ന് താറ് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സബ് വെക്കാൻ വേണ്ടിയിട്ട് നേരെ പോവാം. അപ്പോൾ അവിടെ ചിറ്റങ്ങാടിയിലൊരു കടയുണ്ട്, അവിടെ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ വെച്ച് തരുമോ എന്നുള്ളത് അറിയില്ല. പോയിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് സബ് ഒന്ന് വയ്ക്കണം. എന്നിട്ട് വേണം സീറ്റിൻ്റെ കവർ ഊരി കളയാൻ. നിങ്ങൾ ചീത്ത പറഞ്ഞ് മടുത്തില്ലേ, എന്തായാലും സീറ്റിൻ്റെ കവർ അതോടുകൂടി ഊരി കളയണം. ഇന്നലെയൊക്കെ പോയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും 2 പേര് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നനയും കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് തരും. നമ്മൾ ഒരു പീസ് ഊരി കളഞ്ഞായിരുന്നു, അതിലപ്പടി ചെളിയായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ പണി കഴിയണേക്കാളും മുന്നേ നമ്മൾ സീറ്റ് കവർ ഊരി കളഞ്ഞിട്ടേ വീണ്ടും കഴുകാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് ഊരി കളയാത്തത്. അപ്പോൾ എന്തായാലും ഈ സെറ്റിൻ്റെ ഉള്ളിലത്തെ പണിക്കടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സബ് വയ്ക്കേണ്ട പണിക്കടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റ് കവർ ഊരി കളഞ്ഞ് പക്കയായി. പിന്നെ നമ്മുടെ ഗ്രില്ലും ഈ പറഞ്ഞ കുറച്ച് സംഭവങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം തീർന്നു. അത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തിരി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. ഗ്ലാസ് നാളെ ഇനിയിപ്പോൾ കൊണ്ടുപോകണം, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നാളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ. പിന്നെ വണ്ടിയുടെയും കുറേ ബാക്കി സാധനങ്ങൾ ലോറിയുടെ ഇവിടെ ഇരുന്നായിരുന്നു, അതും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കട്ടെ, എന്നിട്ട് വേണം വണ്ടി കൊണ്ടുപോകാൻ. അയ്യോ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇതുമ്മേ ഫാസ്ടാഗിൻ്റെ ഇത് ഒട്ടിക്കണം, സ്റ്റിക്കർ ഒട്ടിക്കണം. നമ്മൾ ഇതിൽ നിന്ന് ആദ്യമേ അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പറിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ നിന്നു. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു നമ്മുടെ പേടിഎമ്മിൻ്റെ ആയിരുന്നു ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സംഭവം ഇപ്പോൾ നിർത്തലാക്കി. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് ഉപയോഗമില്ല. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ സാധനം മേടിച്ച് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, അത് ഒട്ടിക്കണം. പിന്നെ താറുകൊണ്ട് കയ്യോടെ തന്നെ പോവുകയും വേണം. ഇനി അത് ഫിറ്റ് ചെയ്യണ്ടേ. ഇതേ എന്നിട്ട് പരിപാടി റെസ്റ്റാണോ, ഉറക്കാണോ? ആ, റെസ്റ്റ് എടുത്തോ. അപ്പം അങ്ങനെ പ്രതീക്ഷേട്ടൻ ഇതൊക്കെ കഴിഞ്ഞ് ഗ്ലാസ്സൊക്കെ മാറ്റി താറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വേഗം ഓടാന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു പണിയും കൊടുത്തിട്ടുണ്ട്, അത് കാരണം ഇപ്പം ഇരിക്കുകയാണ് പണിയും കൊടുത്തിട്ട്. നീ പറഞ്ഞത് കൊണ്ടൊന്നല്ല, അങ്ങനെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളെ ഇതൊക്കെ ആകെ വഷളായിട്ട് ഇരിക്കുന്നു. പിന്നെ വേനൽക്കാലല്ലായിരുന്നോ, ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ മഴ ഈ നിലയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ പോയാൽ പുറത്തിട്ടിട്ടാ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ അത് കാരണം മഴക്കാറ് ഇല്ലാത്തപ്പോ നാളെ പോവാം. ഇന്ന് എന്തായാലും മഴ ചെറുതായിട്ട് പൊടിയണുണ്ട്. മൊത്തം ഇപ്പൊ ഈ ചെടിയൊക്കെ ശരിയാക്കിയപ്പോ എനിക്ക് തന്നെ ഒരു ആഗ്രഹം, മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ, ഈ പ്രതിഷേധന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ പ്രതിഷേധ ചെടികളാണ് കേട്ടോ. ഈ കാണുന്ന നിരന്നിരിക്കണ ചെടികളില്ലേ, ഈ നിരന്നിരിക്കണ ചെടികളൊക്കെ എൻ്റെ ആയിരുന്നു. എന്നിട്ട് അത് ഞാൻ ഈ സൈഡിലിട്ടാ പൊട്ട കൊള്ളില്ലാത്ത ചട്ടികളൊക്കെ എനിക്ക് തരുമ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് വെക്കും. എന്നിട്ട് ഈ സൈഡിൽ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ പരീക്ഷണങ്ങളൊക്കെ നടും. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ കുഞ്ഞു ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുള്ളൂ കേട്ടോ. ഇന്ന് നട്ടിട്ടുള്ളൂ, ഇതിൽ നിന്ന് പറിച്ചിട്ട് ഇതിലേക്ക് നട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ. അതേപോലെ ഇത് ഞങ്ങൾ മൂന്നാറിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. അപ്പോൾ അതിന് 2 കൂമ്പൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അതിന് ഓട്ടയില്ല, അതെന്താണെന്നറിയില്ല. പിന്നെ ഇത് പുതിനല, ഇതൊക്കെ എൻ്റെ പരീക്ഷണാർത്ഥം ഞാനൊക്കെ ഓരോന്ന് ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെ ഓരോന്ന് ചെയ്ത് വെക്കും. നല്ലതായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കും. അതേപോലെ തന്നെ ഈ ഒരു ചെടി ഇത് ഞാൻ നട്ടതായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും മുകളിലേക്ക് കയ്യാത്താത്ത പരുവത്തിന് വെച്ചു. അത് കാരണം എനിക്ക് അതിന് വളരാനൊന്നിനും പറ്റിയില്ല. അതിങ്ങനെ ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ വളർത്തി കൊണ്ടുവന്ന ചെടിയാണ്. അതിൻ്റെ കോലം കണ്ടില്ലേ ഇപ്പോൾ. അതുപോലെ തന്നെ ദേ ഈ ചെടി ഇത്രയും ദിവസങ്ങൾ അവിടെ ഈ സൈഡിൽ ഞാൻ വെച്ചിരുന്നു കേട്ടോ. ഇപ്പം അത് നോക്കി വെച്ചപ്പോൾ നല്ലതാന്ന് കണ്ടു. കാരണം ഇപ്പോൾ ചട്ടി കാണാത്ത പോലെ എല്ലാം നിറഞ്ഞു അതിൽ. അപ്പോൾ അതെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചു. ഒക്കെ നല്ലതാന്ന് കണ്ടോ ഒക്കെ പറയും, ഇത് എൻ്റെ, ഇത് ഞാൻ നട്ടതാ, അതാന്ന് പറയും. അല്ല ചെടി ഞാൻ തന്നെ എല്ലാ വീട്ടിൽ നിന്നും പോകുമ്പോൾ കഷ്ണം. അതെ, എന്നിട്ട് പ്രതീക്ഷേട്ടന് ഇതിനെയൊക്കെ വെട്ടി സെറ്റ് ചെയ്യും. ഇപ്പൊ ഇതൊക്കെ വെട്ടി സെറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഇത് വെട്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ആ വെട്ടണേന്ന് ബാക്കിയുള്ള കൊമ്പും ചില്ലിയൊക്കെ മാറ്റി ഞാൻ നട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ കലാവിരുതുകളാ. ഞാൻ കുറേ തണ്ട് അതിനുള്ളിൽ കുത്തും. അപ്പോൾ മുളച്ച് ഒരുമിച്ച് പൊന്തുമ്പോൾ ബുഷ് പോലെ നിൽക്കും. ഇതൊക്കെ ഈ ഫ്രണ്ടിൽ വെക്കുമ്പോൾ എന്താന്ന് വെച്ചാല് പിന്നെ ഇതൊന്നും തൊടാൻ എനിക്ക് അനുവാദമില്ല. നീ ഇതൊന്നും തൊടണ്ട, ഞാൻ ചെയ്തോളാന്ന് പറയും. ആ അതാണ് പ്രതീക്ഷേട്ടന്റെ കസ്റ്റഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെടികളുടെ കൊല നശിച്ചു. പിന്നെ എന്തിനാ
വണ്ടിയിൽ പോക്കില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ ഇവിടെ കണ്ട കുതിക്കുക ആ രൂപത്തില് ഇരുന്നേനെ. ഇത് വർത്താനം മാത്രമേ ഉള്ളൂ. വണ്ടിയിൽ പോകുമ്പോക്കെ ഞാൻ ഏറ്റങ്ങളൊക്കെ ശുശ്രൂഷിച്ച ചേർന്ന ഞാൻ പറഞ്ഞ വണ്ടിയിൽ പോയില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ഇനി നോക്കി ഇതിന്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കൊറേ ചെടി പൈസ കൊടുത്ത് മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഭംഗി ഉണ്ടാവും. ഈ കാട് പിടിച്ച് പിന്നെന്ന് വെച്ചാലേ ഈ മേളിലിരിക്കണതൊക്കെ ചട്ടി എടുത്ത് താഴത്തേക്ക് വെച്ച് അങ്ങനെ പണിയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഒക്കെ മുകളിലിരുന്നിട്ട് നശിക്കണേ. എനിക്ക് കാണുമ്പോ വിഷമൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ? ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തേങ്ങ പൊട്ടിച്ച് കൊണ്ടു കൊടുക്കാൻ. ഒരാഴ്ചയായി തേങ്ങ, ഒരാഴ്ച 2 ആഴ്ചയുടെ മേലെയായില്ലേ തേങ്ങ പൊട്ടിക്കേണ്ട അവിടെ ഞാൻ കിടക്കണം. അത് മുഴുവൻ പൊട്ടിച്ച് കൊണ്ടു കൊടുക്കണം. അപ്പൊ 2-3 കാര്യങ്ങൾ. പിന്നെ വണ്ടിയുടെ ഓട്ടം ഇന്നലെ നമുക്ക് വണ്ടിക്ക് ഓട്ടം കിട്ടിയില്ല. ഇന്നാണ് വണ്ടിക്ക് ഓട്ടം കിട്ടിയത്. വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് കോയമ്പത്തൂരിന്ന് നമ്മുടെ വീണ്ടും സ്ഥലം മറന്നു പോയി കോലഞ്ചേരിക്കാണ് കേട്ടോ. അപ്പോൾ അജീഷ് ലോഡ് കയറ്റാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ച് സെറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ പോയി എന്താ പറയുക കയറ്റി വരുന്ന സമയത്താണ് എനിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ ഫ്രീ ആണ് ഫുള്ള്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഭംഗിയായിട്ട് ഇതും ആവും. അപ്പോൾ നമ്മൾ വെറുതെ ചുറ്റി കളിച്ച് അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ നിൽക്കാണ്ടിരുന്നത്. അപ്പോൾ വണ്ടിക്ക് ഓട്ടായി, ഒരു കുഴപ്പമില്ല, ക്ലീനായി. ഇനിയിപ്പോൾ അത് തട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഓട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ അവിടെ പോയി കിടക്കേണ്ട ആവശ്യമില്ല, അതിന് രക്ഷപ്പെട്ടു. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഓട്ടം ഉള്ളതുകൊണ്ട് ഭാഗ്യമായി. സത്യം പറഞ്ഞാൽ ഇത്തിരി റേറ്റ് കുറവ് വന്നാലും കുഴപ്പമില്ല, കണ്ടിന്യൂസ് ഓട്ടം വണ്ടി നിൽക്കരുത്. വണ്ടി ഓട്ടോണോ പൈസ കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ലൈനിൽ നോക്കുമ്പോൾ വണ്ടി ഉണ്ടാവണം. അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ പണിയായിട്ട് ഞാനിവിടെ കൂടും ചെയ്യും. അജീഷ് എന്ന വണ്ടി കൊണ്ട് നടക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ തേങ്ങ കൂട്ടിക്കും. തേങ്ങ മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ പരിപാടി കഴിഞ്ഞു. എന്താ ഇവിടെ തല്ലുകൂട്ടാം? ഞാനാണ് ഈ തേങ്ങ വിറ്റ് വന്ന് ബജ്ജിയും പിന്നെ എന്നിട്ടാ ഈ പരിപ്പോടെയും സമൂസയും സാധനങ്ങളൊക്കെ മേടിച്ചു വന്നപ്പോൾ ഇവിടെ ജാതി തല്ല് 2.66 വീതം 6.6. ഒരാൾക്ക് പഴംപൊരി ആണെങ്കിൽ 2.66% കഴിക്കണം എന്നാണ് പറയണത്. ശരി, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ പരിപാടി വീട്ടിൽ തന്നെ നിർത്തി അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം സംഭവം ചെയ്ത് പുതിയൊക്കെയുള്ളൂ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ. മുത്തിനെന്താ പറയാനുള്ളത്? ഓക്കെ, ബൈ.